ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഓണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചല്ലേ. രാവിലെ തന്നെ എണീറ്റ് തൃക്കാക്കരപ്പനെ പൂജിച്ച് ആദ്യം അരിമാവ് കൊണ്ട് അണിഞ്ഞു കേട്ടോ. അരിമാവ് കൊണ്ട് അണിഞ്ഞ് തൃക്കാക്കരപ്പനെ പൂജിച്ച് പൂത്തുമ്പ തുളസിയിലൊക്കെ ഇട്ട് പൂക്കളൊക്കെ വെച്ച് മാവേലിയെ വരവേറ്റു കേട്ടോ. അടയൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ. അടയൊക്കെ വെച്ച് നേദിക്കും. അട, പഴം, കായൊക്കെ വെച്ച് നേദിച്ചിട്ടാണ് നാളികേരമൊക്കെ ഉടച്ചിട്ടാണ് മാവേലിയെ രാവിലെ തന്നെ വരവേറ്റത്. അതിന് ശേഷം സദ്യകളൊക്കെ ഒരുക്കിയിട്ടാണ്. സദ്യ ഒരുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഞാൻ എല്ലാ സദ്യകളും ഉണ്ടാക്കി. കാളൻ, അവിയൽ, എരിശ്ശേരി, ഓലൻ, ഇഞ്ചിത്തൈര്, കാളൻ, സാമ്പാർ, അങ്ങനെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. പായസം, പാലടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് പാലട ഉണ്ടാക്കിയിട്ട് പാലട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സദ്യയായി. അപ്പോൾ സദ്യ വെച്ചു. സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇല വെച്ചു. ഓരോന്നോട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇലയൊക്കെ തുടച്ച് വെച്ചു. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, മക്കളൊന്നും വന്നില്ല. കുട്ടികൾക്കൊക്കെ നാളെ തൊട്ട് പരീക്ഷ തുടങ്ങുകയാണ്. അതുകൊണ്ടൊന്നും അവർക്കൊന്നും വരാൻ പറ്റില്ല. അപ്പം നമ്മൾ 2 പേരും തന്നെ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓണം ആഘോഷിച്ചു. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. കുട്ടികളൊക്കെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കളഞ്ഞു വരാൻ പറ്റുമോ. അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. കുട്ടികൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും പോകാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും പോയില്ല. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ വെച്ചു. ഇഞ്ചിത്തേര് വിളമ്പി, പുളിഞ്ചി വിളമ്പി, എന്താ പറയുക, നാരങ്ങാക്കറി വിളമ്പി, എരിശ്ശേരി വിളമ്പുന്നു. എല്ലാ വിളമ്പുന്നതിനും ഓരോ സ്ഥലങ്ങളുണ്ട്. ഇല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളമ്പുന്ന ഒരു അതാത് സ്ഥലത്ത് മാത്രമേ അതാത് സാധനങ്ങളൊക്കെ വിളമ്പാവൂ. ഞങ്ങൾ അച്ഛനുള്ള കാലത്തൊക്കെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ഥാനം തെറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഒച്ച വയ്ക്കും, അപ്പോൾ വഴക്ക് പറയും, ചീത്തയൊക്കെ പറയും. അങ്ങനെ നമ്മൾ അതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. പണ്ടത്തെ കാരണന്മാർക്കൊക്കെ അതൊരു പ്രത്യേക കൃത്യനിഷ്ഠയാണ്. അതാത് സ്ഥലത്ത് തന്നെ വിളമ്പിക്കൊള്ളണമെന്ന്. അങ്ങനെ ശീലങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എരിശ്ശേരി വിളമ്പി, അത് കഴിഞ്ഞ് അവിയൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓലൻ വിളമ്പി, പുളിഞ്ചി, ഇഞ്ചിത്തൈര്, നാരങ്ങാക്കറി, ഓലൻ, എരിശ്ശേരിയൊക്കെ വിളമ്പി. അതിന് ശേഷം അവിയൽ വിളമ്പുകയാണ് കേട്ടോ. കുറച്ച് 2 പേർക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി. നമ്മളത് ഓണമല്ലേ, പിന്നെ പച്ചടി കിച്ചടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. വെറുതെ ആവശ്യമില്ലാണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ അതൊക്കെ വേസ്റ്റാവും, കഴിക്കാനും പറ്റില്ല. ഇതൊക്കെ തന്നെ ധാരാളം തന്നെയാണ്. അതായത് കഴിഞ്ഞത് കാളം വിളമ്പി, എല്ലാം വെച്ചതൊക്കെ എല്ലാം വിളമ്പി കേട്ടോ. വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമുക്കതൊരു സന്തോഷം. ഓണമാകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കറി 2 കറിയൊക്കെ ഉണ്ടാക്കുള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ വറവാണ് കേട്ടോ. കായ ഓണത്തിന് തിരുവോണത്തിന് വിളമ്പാനായിട്ട് 4 വെച്ച് വറുക്കും കേട്ടോ. അത് വറുത്തു. പിന്നെ കയ്പ്പയ്ക്ക വറുത്തു, ചേന വറുത്തു. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ക്യാരറ്റും കൂടി വറുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഓണത്തിന് വിളമ്പണമെന്നാണ് നിയമം. പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ വിളമ്പായിരുന്നു. പഴം പുഴുങ്ങിയതും ശർക്കര പേരൊന്നും വിളമ്പിയില്ല. അത് വേണമെങ്കിൽ വിളമ്പായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നും തോന്നിയില്ല, അത് വിളമ്പിയില്ല. പപ്പടം എടുത്ത് വയ്ക്കുകയാണ്. പപ്പടം വെച്ചു കേട്ടോ. അങ്ങനെ പപ്പടം വെച്ചു. അതായത് സ്ഥാനത്തൊക്കെ വിളമ്പി. അത് കഴിഞ്ഞതാ ചോറ്. ഒന്നൊന്നും കഴിക്കാനൊന്നും പറ്റില്ല നമുക്ക്. അല്ല പിന്നെ ഓണമല്ലേ. ചോറും വിളമ്പി. അങ്ങനെ ഒരു ചെറിയ സദ്യ. അതിൻ്റെ മുകളിൽ സാമ്പാർ, ഒരു ഒഴിച്ചുകറിയായിട്ട് സാമ്പാർ ഇല്ലെങ്കിൽ സദ്യ ശരിയാവില്ലല്ലോ. അപ്പോൾ സാമ്പാറുമായി, കാളനും അവിയലും ഓലനും എരിശ്ശേരിയും പുളിഞ്ചിയും നാരങ്ങയും ഒക്കെ അങ്ങനെ ഒരു ചെറിയൊരു ഓണസദ്യ അങ്ങോട്ട് ഒപ്പിച്ചു. ഊണും തുടങ്ങി. ഇനിയിപ്പോൾ എന്തോ വേണം. ഈ കൊല്ലത്തെ തിരുവോണം അങ്ങനെ അങ്ങോട്ട് ആഘോഷമായി ആഘോഷിച്ചു. എല്ലാ കൊല്ലവും ഇങ്ങനെ ആഘോഷിക്കാൻ സർവശക്തൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.